ഉത്തരേന്ത്യയിലൊക്കെ ഈ കൗണ്ടർ പോളറൈസേഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ മുസ്ലിം പോളറൈസേഷന് നേരെ വിപരീതമായിട്ട് കൗണ്ടർ പോളറൈസേഷൻ ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് വളരെ സുപരിചിതമായ ഒരു കാര്യം തന്നെയാണ്. ബീഹാർ ഇലക്ഷനിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. വെസ്റ്റേൺ ഉത്തർപ്രദേശിലൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കൗണ്ടർ പോളറൈസേഷൻ, ഇന്ത്യയിൽ ഇപ്പോൾ പൊതുവേ ഈ ഒരു കൗണ്ടർ പോളറൈസേഷൻ വളരെ സ്ട്രോങ് ആണ്. എവിടെ ആര് പോളറൈസ് ചെയ്യപ്പെടുന്നോ അതിനൊരു കൗണ്ടർ പോളറൈസേഷൻ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. ഇപ്പം മുസ്ലിം പോളറൈസേഷന് നേർ വിപരീതമായിട്ട് ഹിന്ദു പോളറൈസേഷൻ ഉണ്ടാകുന്നു. മുസ്ലിങ്ങൾ സംഘടിതരായിട്ട് വോട്ട് ചെയ്യുമ്പോൾ അതിന് വിപരീതമായിട്ട് ഹിന്ദുക്കൾ സംഘടിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇന്ത്യയിൽ പരമപ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. BJP പല മണ്ഡലങ്ങളും ഉത്തരേന്ത്യയിലൊക്കെ 50% വോട്ടൊക്കെ നേടുന്നത് ഇതിൻ്റെ ഒരു ബലത്തിലാണ്, ഈ ഒരു കൗണ്ടർ പോളറൈസേഷൻ. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ മാറുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് നടക്കില്ല എന്നുള്ളൊരു ഉറച്ച ബോധ്യം UDFനും LDFനും അടുത്ത കാലം വരെയുണ്ട്. ഇപ്പോഴും അവർ അതിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം കേരളത്തിൽ ഈ ഹിന്ദു പോളറൈസേഷൻ അല്ലെങ്കിൽ ഒരു കൗണ്ടർ പോളറൈസേഷൻ ഉണ്ടാവില്ല, ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ UDFും LDFും പോകുന്നത്. പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചില റിസൾട്ടുകൾ നോക്കുമ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന വിഴിഞ്ഞത്തെ ഉപതെരഞ്ഞെടുപ്പെല്ലാം അതാണ് കാണിക്കുന്നത്. വിഴിഞ്ഞത്തെ റിസൾട്ട് BJPയെ സംബന്ധിച്ച് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. അതിപ്പം വലിയ ചർച്ചയൊക്കെ ആയി കഴിഞ്ഞു, ഓൾറെഡി ചർച്ചയായി കഴിഞ്ഞു. കാരണം BJP 2437 വോട്ടുകളാണ് നേടിയത്. ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ഒരു വാർഡാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്തെ ജനസംഖ്യയിൽ 62% ന്യൂനപക്ഷങ്ങളാണ്, മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളാണ്. ഹിന്ദു ജനസംഖ്യ 38% ഒഫീഷ്യലി ഉള്ളത്. സെൻസസിൻ്റെ കണക്കാണ് 2011. അതിനേക്കാൾ കുറവായിരിക്കും ഹിന്ദു ജനസംഖ്യ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുമാത്രമല്ല അവിടെ മതപരിവർത്തനമൊക്കെ നടക്കുന്ന, ഈ പെന്തക്കോസ്റ്റ് സഭയുടെ പ്രവർത്തനമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആക്ച്വൽ ഫിഗറിനേക്കാൾ എത്രയോ താഴെയായിരിക്കും അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ. പക്ഷേ ഏതാണ്ട് 30% വോട്ട് BJPക്ക് നേടാൻ സാധിച്ചു. 8 ഇരട്ടി വോട്ടാണ് 2020 നിന്ന് BJP വിഴിഞ്ഞത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ചേഞ്ച് തന്നെയാണ്. കാരണം സർവശക്തിപുരം ബിനു എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ഇത്രയും വലിയൊരു പിന്തുണ ലഭിച്ചു എന്നുള്ളത് ഒരു ചെറിയ സംഭവമല്ല. അപ്പം ആ രീതിയിൽ, അതായത് ഒരു വിന്നബിലിറ്റി ഉണ്ടെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടൊരു കൗണ്ടർ പോളറൈസേഷൻ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. അത് ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിലും ഉണ്ട്, ഭൂരിപക്ഷ കേന്ദ്രീകൃത മേഖലകളിലുമുണ്ട് എന്നതാണ് ഒരു റിയാലിറ്റി. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ BJP നടത്തിയൊരു മുന്നേറ്റം, 13 വാർഡുകളിൽ ജയിച്ചു, 16 വാർഡുകളിൽ 2ാം സ്ഥാനത്ത് വന്നു. അതൊരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു. കാരണം അത്രയും പോളറൈസേഷൻ അവിടെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് BJP അത്രയും സീറ്റുകൾ കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലത്ത് നേടിയിരിക്കുന്നത്. അതുകൂടാതെ കൊല്ലത്തെ BJPയുടെ മുന്നേറ്റം, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഈവൻ തിരുവനന്തപുരത്ത് പോലും BJP ഒരു ഓൾട്ടർനേറ്റ് ആയുള്ളൊരു ഫോഴ്സ് ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ആ രീതിയിലുള്ള ഒരു ഹിന്ദു പോളറൈസേഷൻ BJPക്ക് അനുകൂലമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വസ്തുതയാണ്. കാരണം ഒരു വിഭാഗം പോളറൈസ് ചെയ്ത് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു പ്രതിക്രിയ എന്നുള്ള രീതിയിൽ മറുവിഭാഗവും വോട്ട് ചെയ്യും. അതെന്നും നടക്കില്ല, അല്ലെങ്കിൽ എക്കാലവും ഹിന്ദുക്കൾ ഇങ്ങനെ സംഘടിതമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം തുടരില്ല എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം അവരും നോക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ എന്താണ് സാഹചര്യം എന്നല്ല നോക്കുക. അതിപ്പം രാഷ്ട്രീയമായിട്ടുള്ള ലോയൽറ്റി ഉണ്ടാവും, അതുകൂടാതെ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരുണ്ടാവും, മറ്റ് ആശങ്കകളുണ്ടാവും, ഭയമുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പം വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള കുറേ ആസ്പെക്ട്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു റിസൾട്ട് തന്നെയാണ്. ഇപ്പം ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിം മണ്ഡലങ്ങളിലൊക്കെ, അതായത് മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊക്കെ ആ രീതിയിലുള്ള ടാക്ടിക്കൽ വോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ശരിക്കും ശിവൻകുട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മുസ്ലിം പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. അത് സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ച് ഇപ്പോൾ പല മുസ്ലിങ്ങൾക്കും BJP വരുന്നതിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു സ്വാഭാവികമായുള്ളൊരു പ്രോസസ്സാണ്. അതിനെ ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഹിന്ദുക്കൾ തിരിച്ചു വോട്ട് ചെയ്യുമ്പോൾ അത് മതേതരത്തിന് വിരുദ്ധമാണെന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാനൊന്നും പറ്റില്ല. കാരണം ഓരോ വ്യക്തിക്കും ഓരോ താല്പര്യങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുകൂടാതെ SDPയുമായിട്ടൊക്കെ ഏതാണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നിലവിൽ UDF പോകുന്നത്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് വേണ്ടെന്ന് പറയാൻ അവർ തയ്യാറാകുന്നില്ല. പിന്നെ അതുകൂടാതെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓപ്പൺ ആയിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി ചേർന്നാണ് UDF മത്സരിച്ചത്.
മുസ്ലിം ലീഗിൻ്റെ ഈ ചങ്ങാത്തം, ജമാഅത്തെ ഇസ്ലാമി, അതുകൂടാതെ SDP ഇവരൊക്കെ ആയിട്ടുള്ള ചങ്ങാത്തം, കോൺഗ്രസിൻ്റെ ആ ഒരു മൗനം, കോൺഗ്രസ് പലപ്പോഴും ഇത്തരം വർഗീയവാദ സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണെങ്കിലും അവർ ഇത്തരം വർഗീയ മതമൗലികവാദ പശ്ചാത്തലമുള്ള സംഘടനകളെ തള്ളി പറയാൻ തയ്യാറായില്ലെങ്കിൽ തിരിച്ച് കൗണ്ടർ പോളറൈസേഷനൊക്കെ എന്തായാലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ യുഗമാണ്. കൃത്യമായിട്ട് തന്നെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, എന്താണ് നിലപാട് അല്ലെങ്കിൽ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട്. അപ്പം പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അപ്പോൾ ഈ കൗണ്ടർ പോളറൈസേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇത്തരം ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുന്ന UDF LDF സംവിധാനങ്ങളുടെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് ഉണ്ടാകില്ല, കേരളത്തിൽ ഒരിക്കലും ഹിന്ദുക്കൾ സംഘടിതരായിട്ട് വോട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായ കാര്യമായിരിക്കും, പ്രത്യേകിച്ച് പുതിയ സാഹചര്യത്തിൽ. കാരണം അവരും കൃത്യമായിട്ട് തന്നെ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്. പിന്നെ BJPയുടെ ഒരു വിന്നബിലിറ്റി ഫാക്ടർ ഇല്ലായ്മ, അതൊക്കെയാണ് പലപ്പോഴും ഇത്തരം ഈ ഒരു പോളറൈസേഷനെ ഇല്ലാതാക്കുന്നത്. കാരണം വിന്നബിലിറ്റി ഫാക്ടറുള്ള പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് ഹിന്ദു മെജോറിറ്റി റീജിയൻസിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസൊക്കെ എല്ലാ മേഖലകളിലും BJPക്ക് കൃത്യമായിട്ട് ഇൻട്രോഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ BJPയുടെ കാര്യക്ഷമതയില്ലായ്മ, ആ രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അതൊക്കെ പലപ്പോഴും ഈ ഒരു പോളറൈസേഷനെ ബാധിക്കുന്നുണ്ട്. വിന്നബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്. അപ്പോൾ വിന്നബിലിറ്റി ഫാക്ടറിലേക്ക് BJP എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൽ ഒരു വലിയ പോളറൈസേഷൻ BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ രീതിയിൽ തന്നെയുള്ള വോട്ടിംഗ് ആണ് ഇപ്പം കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴയിലും തിരുവനന്തപുരത്തും അതുകൂടാതെ ആറ്റിങ്ങലിലൊക്കെ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റമൊക്കെ ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ ഈ രണ്ട് പ്രോസസ്സും സ്വാഭാവികമായിട്ട് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ മുസ്ലിം പോളറൈസേഷൻ നടക്കുകയാണെങ്കിൽ അത് നല്ലതും, ഹിന്ദു പോളറൈസേഷൻ നടക്കുകയാണെങ്കിൽ അത് തിരിച്ചടിയാണ്, അല്ലെ അത് ജനാധിപത്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനൊന്നും പറ്റില്ല. ഒന്നാമത് കേരളം ഒരുപാട് മാറിക്കഴിഞ്ഞു. അതുമാത്രമല്ല കേരളത്തിലൊരു ജനസംഖ്യ എന്നൊക്കെ പറയുമ്പോൾ ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞ് വെറൊരു ടെക്നിക്കൽ ഒരു ടേമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 50% വരുന്ന കേരളത്തിലെ ജനങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതാണ്, സോക്കോൾഡ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നൊന്നും പറയാൻ, വ്യക്തമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ അതൊക്കെ മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചു. അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട.